ഹായ് സ്റ്റുഡൻസ്, വി ഫോർ യു മലയാളം അക്കാദമിയിലേക്ക് വീണ്ടും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2019-20 അധ്യയന വർഷത്തിലെ BA BSc മലയാള സാഹിത്യത്തിൻ്റെ 2ാം സെമസ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ PK രാജശേഖരൻ്റെ എഴുത്തും അധികാരവും എന്ന് പറയുന്ന പാഠത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സ്ത്രീയില്ലാത്ത മാതൃഭൂമി, ലേഖകൻ കൽപ്പറ്റ നാരായണൻ. അപ്പോൾ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഠിക്കുന്ന പാഠത്തിൻ്റെ പേര് സ്ത്രീ ഇല്ലാത്ത മാതൃഭൂമി. എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ. എഴുത്തുകാരനെ നമുക്ക് പരിചയപ്പെടാം. 1952 വയനാട് ജില്ലയിലെ കൽപ്പറ്റയ്ക്കടുത്ത് കോട്ടത്തറയിൽ പാലുക്കാപ്പിൽ ശങ്കരൻ നായരുടെയും നാരായണി അമ്മയുടെയും മകനായി ജനിച്ചു. കൽപ്പറ്റ നാരായണനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. 1952 വയനാട് ജില്ലയിലെ കൽപ്പറ്റയ്ക്ക് അടുത്തുള്ള കോട്ടത്തറയിൽ പാലുക്കാപ്പിൽ ശങ്കരൻ നായരുടെയും നാരായണി അമ്മയുടെയും മകനായിട്ട് ഇദ്ദേഹം ജനിച്ചു. കവി, നോവലിസ്റ്റ്, ഉപന്യാസകാരൻ, സാഹിത്യ വിമർശകൻ, സാംസ്കാരിക നിരീക്ഷകൻ എന്നീ നിലകളിൽ അദ്ദേഹം ശ്രദ്ധേയനായി. അപ്പോൾ മലയാള സാഹിത്യം കൽപ്പറ്റ നാരായണനെ വിലയിരുത്തുന്നത് കവി, നോവലിസ്റ്റ്, ഉപന്യാസകാരൻ, സാഹിത്യ വിമർശകൻ, സാംസ്കാരിക നിരീക്ഷകൻ എന്നീ നിലകളിലാണ്. കൽപ്പറ്റ SKMJ ഹൈസ്കൂളിലും കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും അദ്ദേഹം പഠിച്ചു. തലശ്ശേരി ബ്രണ്ണൻ കോളേജിലും കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും അധ്യാപകനായി അദ്ദേഹം ജോലി ചെയ്തു. കോഴിക്കോട് സർവകലാശാലയിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വിസിറ്റിംഗ് പ്രൊഫസറായി അദ്ദേഹം ജോലി ചെയ്തിരുന്നു. മാധ്യമം ആഴ്ചപ്പതിപ്പിൽ ഈ കണ്ണടയൊന്ന് വെച്ചു നോക്കൂ, മലയാള മനോരമയിൽ ബുധപക്ഷം എന്നീ കോളങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നതായി നമുക്ക് കാണാം. അപ്പോൾ ശ്രദ്ധിക്കുക, മാധ്യമം ആഴ്ചപ്പതിപ്പിൽ ഈ കണ്ണടയൊന്ന് വെച്ചു നോക്കൂ എന്ന കോളവും, മലയാള മനോരമയിൽ മാധ്യമം ആഴ്ചപ്പതിപ്പിൽ ഈ കണ്ണടയൊന്ന് വെച്ചു നോക്കൂ എന്ന കോളവും, മലയാള മനോരമയിൽ ബുധപക്ഷം എന്ന കോളവും അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. ഈ കണ്ണടയൊന്ന് വെച്ചു നോക്കൂ, ഒഴിഞ്ഞ വൃക്ഷഛായയിൽ ഏതിലയും മധുരിക്കുന്ന കാടുകളിൽ അവർ കണ്ണുകൊണ്ട് കേൾക്കുന്നു, കോന്തല, തത്സമയം, സമയപ്രഭു, ഇത്രമാത്രം നിഴലാട്ടം, കവിതയുടെ ജീവചരിത്രം, കറുത്ത പാൽ, ഒരു മുടന്തൻ്റെ സുവിശേഷം, എൻ്റെ ബഷീർ, കയർ മുറുക്കുകയാണ്, എല്ലാ ചലനങ്ങളും വ്യതിചലനങ്ങൾ എന്നിവയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളെ ഒരിക്കൽ കൂടി നമുക്ക് പഠിക്കാം. ഈ കണ്ണടയൊന്ന് വച്ചു നോക്കൂ, ഒന്നാമത്തെ കൃതിയുടെ പേരാ പറഞ്ഞ ഈ കണ്ണടയൊന്ന് വച്ചു നോക്കൂ. രണ്ടാമത്തേത് ഒഴിഞ്ഞ വൃക്ഷഛായയിൽ. മൂന്നാമത്തേത് ഏതിലെയും മധുരിക്കുന്ന കാടുകളിൽ. അവർ കണ്ണുകൊണ്ട് കേൾക്കുന്നു. അടുത്തത് കോന്തല. അടുത്തത് തത്സമയം. അടുത്തത് സമയപ്രഭു. വീണ്ടും ഇത്രമാത്രം നിഴലാട്ടം. അടുത്ത കൃതിയുടെ പേരാണ് പറഞ്ഞത് ഇത്രമാത്രം നിഴലാട്ടം. നെക്സ്റ്റ് അടുത്ത കൃതി കവിതയുടെ ജീവചരിത്രം, കറുത്ത പാൽ, ഒരു മുടന്തൻ്റെ സുവിശേഷം, എൻ്റെ ബഷീർ, കയർ മുറുക്കുകയാണ്, എല്ലാ ചലനങ്ങളും വ്യതിചലനങ്ങൾ. ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. കൽപ്പറ്റ നാരായണൻ്റെ കവിതയുടെ ജീവചരിത്രം എന്ന പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്ത്രീയില്ലാത്ത മാതൃഭൂമി. ശ്രദ്ധിക്കുക, കൽപ്പറ്റ നാരായണൻ എഴുതിയ കവിതയുടെ ജീവചരിത്രം എന്ന പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ് നമ്മൾ പഠിക്കുന്ന സ്ത്രീ ഇല്ലാത്ത ഭൂമി. എന്താണ് കവിത? എന്തിനാണ് കവിത? ഭാഷയിലും സംസ്കാരത്തിലും കവിത ഉണ്ടാക്കുന്ന അഭിവൃദ്ധികൾ എന്ത്, അല്ലെങ്കിൽ പുരോഗമനങ്ങൾ എന്ത് തുടങ്ങിയ ചോദ്യങ്ങളിൽ നിന്നും പിറവിയെടുത്ത ഈ ലേഖന സമാഹാരത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, കവിതയുടെ ജീവചരിത്രം. ഈ ലേഖന സമാഹാരം, അതായത് കവിതയുടെ ജീവചരിത്രം എന്ന് പറയുന്ന ലേഖന സമാഹാരം പ്രതിപാദിക്കുന്നത് എന്താണ് കവിത, എന്തിനാണ് കവിത, ഭാഷയിലും സംസ്കാരത്തിലും കവിത ഉണ്ടാക്കുന്ന അഭിവൃദ്ധികൾ എന്ത് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളിൽ നിന്നും പിറവിയെടുത്തതാണ്
ഈ ലേഖന സമാഹാരം. പി കുഞ്ഞിരാമൻ നായർ, ഇടശ്ശേരി, വൈലോപ്പിള്ളി തുടങ്ങിയവർ ഉൾപ്പെടെ മലയാളത്തിലെ കാവ്യ പാരമ്പര്യത്തിൻ്റെ തുടർക്കണ്ണികളിൽ ഓരോന്നിനെയും ഈ ചോദ്യം സ്പർശിക്കുന്നത് കാണാം, അല്ലെങ്കിൽ ഈ ചോദ്യങ്ങളിലൂടെ സ്പർശിക്കുന്നത് നമുക്ക് കാണാം. അത്രമേൽ അദൃശ്യയായതിനാലാണ് സ്ത്രീ ഇത്രമേൽ ദൃശ്യയാവാൻ വെമ്പുന്നത് എന്ന് തുടങ്ങുന്ന ഈ ലേഖനം, നമ്മൾ സ്ത്രീയില്ലാത്ത മാതൃഭൂമി വായിക്കാൻ തുടങ്ങുന്നത് ഇങ്ങനെ തന്നെയാണ്. അത്രമേൽ അദൃശ്യയായതിനാലാണ് സ്ത്രീ ഇത്രമേൽ ദൃശ്യയാവാൻ വെമ്പുന്നത് എന്ന് തുടങ്ങുന്ന ഈ ലേഖനം, അതായത് സ്ത്രീയില്ലാത്ത ഭൂമി മാതൃഭൂമി എന്ന് പറയുന്ന ഈ ലേഖനം മലയാള കവിതാ സാഹിത്യത്തിൽ ബാലാമണിയമ്മ ആവിഷ്കരിച്ച ശക്തമായ സ്ത്രീ ജീവിതത്തെ ലഘുവാക്കി കളഞ്ഞ മലയാളികളോടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പം സ്ത്രീയില്ലാത്ത മാതൃഭൂമി എന്ന് പറയുന്ന ഈ ലേഖനത്തിൻ്റെ പ്രാധാന്യം എന്ത് എന്ന് ചോദിച്ചാൽ കൽപ്പറ്റ നാരായണൻ പറയുന്നത് ഇങ്ങനെയാണ്. കവിതാ സാഹിത്യത്തിൽ ബാലാമണിയമ്മ ആവിഷ്കരിച്ച, മാതൃത്വത്തിൻ്റെ കവയിത്രിയായ ബാലാമണിയമ്മ ആവിഷ്കരിച്ച ശക്തമായ സ്ത്രീ ജീവിതത്തെ വളരെ ലഘുവാക്കി കളഞ്ഞ മലയാളി നിന്നോടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ലേഖനം. ഏത് ലേഖനം? സ്ത്രീയില്ലാത്ത മാതൃഭൂമി എന്ന് പറയുന്ന ഈ ലേഖനം. മൂർത്തമാം വിനയം പോലിരുന്നോരുടൽ ആയി മലയാള മനസ്സിൽ ഒളിച്ചു വസിച്ച ബാലാമണിയമ്മയുടെ മഴുവിൻ്റെ കഥയിലെ ജമദഗ്നിയും പത്നിയെ മൂർത്തമായ വിനയമായിരുന്നവൾ എന്നല്ല അതുപോലിരുന്നവൾ എന്ന് തിരുത്തി വായിക്കുകയാണ് കൽപ്പറ്റ നാരായണൻ ചെയ്യുന്നത്. അപ്പോൾ കേൾക്കുക, ബാലാമണിയമ്മയുടെ ഒരു കവിതയാണ് മഴുവിൻ്റെ കഥ. ആ മഴുവിൻ്റെ കഥയിൽ ജമദഗ്നി മഹർഷിയുടെ ഭാര്യ പത്നിയെ മൂർത്തമാം വിനയം പോലിരുന്നോരുടൽ എന്ന്, അല്ലെങ്കിൽ മൂർത്തമാം വിനയം പോലിരുന്നോരുടൽ ആയി മലയാള മനസ്സിൽ ഒളിച്ചു വസിച്ച ബാലാമണിയമ്മയുടെ മഴുവിൻ്റെ കഥയിലെ ജമദഗ്നി പത്നിയെ മൂർത്തമായ വിനയമായിരുന്നവൾ എന്നല്ല അതുപോലിരുന്നവൾ എന്ന് തിരുത്തി വായിക്കുകയാണ്. അപ്പോൾ ബാലാമണിയമ്മ മൂർത്തമായ വിനയം പോലിരുന്നോരുടൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മൂർത്തമായ വിനയമായിരുന്നവൾ ആയിരുന്നു ജമദഗ്നി പത്നി എന്ന് പറഞ്ഞു വച്ചപ്പോൾ കൽപ്പറ്റ നാരായണൻ മൂർത്തമായ വിനയമായിരുന്നവൾ എന്നല്ല അതുപോലിരുന്നവൾ എന്ന് തിരുത്തി വായിക്കുവാൻ പഠിപ്പിക്കുകയാണ്. മാതൃത്വത്തിൻ്റെ ആ കളങ്കപുഷ്പങ്ങൾ മാത്രം വിരിയിച്ച മുള്ളില്ലാത്ത ഒരു പനിനീർ ചെടിയാക്കി അവരെ മലയാളി ലളിതമാക്കി, ലഘുവാക്കി എന്ന് കൽപ്പറ്റ നാരായണൻ ഇവിടെ വിവക്ഷിക്കുന്നു. അതായത് മാതൃത്വത്തിൻ്റെ കവയിത്രിയായ ബാലാമണിയമ്മയെ, അവരുടെ കവിതകളെ മലയാളി, അല്ലെങ്കിൽ മാതൃത്വത്തിൻ്റെ ആ കളങ്കപുഷ്പങ്ങൾ മാത്രം വിരിയിച്ച മുള്ളില്ലാത്ത ഒരു പനിനീർ ചെടിയായി മാറിയിരുന്ന മലയാളി ആ കവിതകളെ ലഘുവായി നിരീക്ഷിച്ചു എന്നതിൻ്റെ ഒരു പരിഭവം തന്നെയാണ് ഇവിടെ ഈ കൽപ്പറ്റ നാരായണൻ നമ്മളോട് സംസാരിക്കുന്നത്. കാവ്യ ചർച്ചകളിൽ നിന്ന് ഈ ലാളിത്യത്തിൻ്റെ പേരിൽ അദൃശ്യയായ ബാലാമണിയമ്മയുടെ കവിതയിലുള്ള സങ്കീർണവും ദാർശനികവുമായ അപൂർവതയെ അദ്ദേഹം കണ്ടെത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ ശരിക്കും ബാലാമണിയമ്മയുടെ കവിതകൾക്ക് കൊടുക്കേണ്ട സ്ഥാനത്തെ മലയാളിയോട് ചോദിച്ചുറപ്പിക്കാൻ ശ്രമിക്കുന്ന കൽപ്പറ്റ നാരായണൻ പറയുകയാണ്, ലാളിത്യത്തിൻ്റെ പേരിൽ അദൃശ്യയായ ബാലാമണിയമ്മയുടെ കവിതകളിൽ നിറഞ്ഞു നിന്നിരുന്ന സങ്കീർണവും ദാർശനികവുമായ അപൂർവതയെ ഈ കൽപ്പറ്റ നാരായണൻ എന്ന് പറയുന്ന കവി, ഒപ്പം സാഹിത്യ വിമർശകൻ, ഉപന്യാസകാരൻ, നോവലിസ്റ്റ്, സാംസ്കാരിക നിരീക്ഷകൻ എന്നീ നിലകളിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച കൽപ്പറ്റ നാരായണൻ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഈ നാടിൻ്റെ ഭാഗ്യമോടി മാത്രമല്ല തീരാ തൃഷ്ണയും, തൃഷ്ണ എന്ന് പറഞ്ഞാൽ ആഗ്രഹം, സുവ്യക്തമായി മനസ്സിലാക്കിയ ബാലാമണിയമ്മയെ വിമർശക ലോകത്തേക്ക് എടുത്തു കാട്ടുമ്പോൾ തൻ്റെ കാവ്യാഭിരുചി മുന്തിയതാണെന്ന് അഹങ്കരിക്കുകയും മലയാളികൾക്കെല്ലാം വേണ്ടി ഒരു പ്രായശ്ചിത്തം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ കൽപ്പറ്റ നാരായണൻ ചെയ്യുന്നത്. അപ്പോൾ ഈ നാടിൻ്റെ
ഭാഗ്യമോടി മാത്രമല്ല തീരാ തൃഷ്ണയും വളരെ വ്യക്തമായി മനസ്സിലാക്കിയ കവയിത്രിയാണ് ബാലാമണി അമ്മ എന്ന് അദ്ദേഹം എടുത്തു കാട്ടുന്നതോടൊപ്പം തന്നെ തൻ്റെ കാവ്യാഭിരുചി മുന്തിയതാണെന്ന് അഹങ്കരിക്കുകയും മലയാളികൾക്കെല്ലാം വേണ്ടി ഒരു പ്രായശ്ചിത്തം ചെയ്യുകയുമാണ് യഥാർത്ഥത്തിൽ കൽപ്പറ്റ നാരായണൻ ചെയ്യുന്നത്. അപ്പം സാഹിത്യകാരനെക്കുറിച്ച് അല്ലെങ്കിൽ എഴുത്തുകാരനെക്കുറിച്ച് ഇത്രയുമാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. സ്ത്രീയില്ലാത്ത മാതൃഭൂമി, ലേഖകൻ്റെ പേര് കൽപ്പറ്റ നാരായണൻ. ലേഖകനെ നമ്മൾ കണ്ടു കഴിഞ്ഞു, ലേഖനത്തെക്കുറിച്ചും നമ്മൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി പാഠഭാഗത്തിലേക്ക് കടക്കാം. പാഠഭാഗത്ത് അല്ലെങ്കിൽ ആ പാഠത്തെ നമുക്ക് വളരെ ചുരുക്കി പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട പുസ്തകമായിട്ട് ബാലാമണി അമ്മയുടെ കവിതകൾ എടുത്ത് ഉയർത്തുമ്പോൾ മുന്തിയതാണ് അതിൻ്റെ രുചി എന്ന് അഹങ്കരിക്കുക മാത്രമല്ല, മലയാളികൾക്കെല്ലാം വേണ്ടി അദ്ദേഹം ഒരു പ്രായശ്ചിത്തത്തിന് കൂടി ശ്രമിക്കുകയാണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു വെച്ചു. അവസാന ഭാഗത്ത് ഞാൻ പറഞ്ഞു വെച്ചത് അങ്ങനെയാണ്. അതായത് ഈ നാടിൻ്റെ ഭാഗ്യമോടിയെ മാത്രമല്ല തീരാ തൃഷ്ണയെയും സുവ്യക്തമായി മനസ്സിലാക്കിയ ബാലാമണി അമ്മയെ അദ്ദേഹം എടുത്തു കാട്ടുമ്പോൾ ഈ ബാലാമണി അമ്മയുടെ കാവ്യാഭിരുചി എന്ന് പറയുന്നത് മുന്തിയതാണെന്ന് അല്ലെങ്കിൽ മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമാണെന്ന് അദ്ദേഹം കാട്ടുകയും അതിനോടൊപ്പം തന്നെ മലയാളികൾക്കെല്ലാം വേണ്ടി അദ്ദേഹം ഒരു പ്രായശ്ചിത്തത്തിന് മുതിരുകയുമാണ് ഈ ലേഖനത്തിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു വെച്ചു. അപ്പം കൽപ്പറ്റ നാരായണൻ ഇങ്ങനെ പറയുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്താ, അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കാൻ എന്താണ് കാരണം? അതാണ് ഈ പാഠത്തിൻ്റെ പ്രത്യേകത. സ്ത്രീയില്ലാത്ത മാതൃഭൂമി എന്ന് പറയുന്ന പാഠത്തിൻ്റെ പ്രത്യേകത ഇത് തന്നെയാണ്. ബാലാമണി അമ്മയുടെ കവിത്വ ശക്തിയെ അദ്ദേഹം ഉയർത്തിക്കാട്ടുകയാണ്. അത് മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരവുമാണ്. അപ്പോൾ പിന്നെ മലയാളി എന്തുകൊണ്ടോ ബാലാമണി അമ്മയെ വിസ്മരിക്കാൻ ശ്രമിച്ചു എന്നതിൽ താൻ ഒരു പ്രായശ്ചിത്തം നിർവഹിക്കുകയാണ് എല്ലാ മലയാളികൾക്കും വേണ്ടി എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പം ആ തലത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ പാഠത്തെ ഒന്ന് ചുരുക്കി നമുക്ക് സംസാരിക്കാം. അപ്പം ഇങ്ങനെയാണ് കൽപ്പറ്റ നാരായണൻ പറയുകയാണ്, താൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും സൂക്ഷ്മമായി അറിയുകയും ചെയ്ത ഒരു എഴുത്തുകാരി ആണ് ബാലാമണി അമ്മ. കൽപ്പറ്റ നാരായണൻ പറയുകയാണ്, കൽപ്പറ്റ നാരായണൻ്റെ വാക്കുകളാണ്, താൻ ഏറെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, സൂക്ഷ്മമായി അറിയുകയും ചെയ്ത ഒരു എഴുത്തുകാരി തന്നെയാണ് ബാലാമണി അമ്മ. ആ എഴുത്തുകാരിയെ പൂർണ്ണമായി അറിയാനും അപഗ്രഥിക്കാനും മലയാളി തുനിഞ്ഞില്ല എന്നതാണ് കൽപ്പറ്റ നാരായണൻ്റെ പരിഭവം അല്ലെങ്കിൽ അഭിപ്രായം. അപ്പോൾ താൻ ഏറെ സ്നേഹിച്ച് ബഹുമാനിച്ച് സൂക്ഷ്മമായി മനസ്സിലാക്കിയ എഴുത്തുകാരിയെ പൂർണ്ണമായി അറിയാനോ അപഗ്രഥിക്കാനോ വിശദീകരിക്കുവാനോ മലയാളി തുനിഞ്ഞില്ല എന്നാണ് കൽപ്പറ്റ നാരായണൻ്റെ അഭിപ്രായം. ആശാനും വൈലോപ്പിള്ളിക്കും ഇടശ്ശേരിക്കും അക്കിത്തത്തിനുമൊപ്പം പരിഗണന അർഹിക്കുന്ന കവിയത്രി തന്നെയാണ് ബാലാമണിയമ്മ എന്ന അഭിപ്രായക്കാരനാണ് കൽപ്പറ്റ നാരായണൻ. പക്ഷേ ജമദഗ്നി മഹർഷിയിൽ നിന്ന് പരശുരാമൻ നേടിയ വരത്തിൻ്റെ പ്രഭാവത്തിലാവാം മാതൃത്വത്തിൻ്റെ ആ കളങ്കപുഷ്പങ്ങൾ മാത്രം വിരിയിച്ച മുള്ളില്ലാത്ത ഒരു പനിനീർ ചെടിയാക്കി അവരെ മലയാളി ലളിതമാക്കി ലഘുവാക്കി ചുരുക്കിയത്, കാവ്യചർച്ചകളിൽ അദൃശ്യയാക്കി നിർത്തിയത്. ആരോ കൈ ചൂണ്ടിയിടത്തേക്ക് ഒരുമിച്ച് നീങ്ങി തോണി മുക്കുന്ന പ്രവണതയുള്ള മലയാളി വിശ്വദർശനങ്ങളെക്കാൾ സങ്കീർണവും ദാർശനികവുമായ അപൂർവമായ മഴുവിൻ്റെ കഥയും വിഭീഷണനെയും വിശ്വാമിത്രനെയും ഒന്നും കണ്ടതേയില്ല എന്നാണ് കൽപ്പറ്റ നാരായണൻ തൻ്റെ പരിഭവത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്, അല്ലെങ്കിൽ കൽപ്പറ്റ നാരായണൻ വിശദീകരിക്കുന്നത് അങ്ങനെയാണ്. അപ്പം മലയാളി മാതൃത്വത്തിൻ്റെ കളങ്കപുഷ്പങ്ങൾ മാത്രം വിരിയിക്കാൻ കഴിയുന്ന മാതൃത്വത്തിൻ്റെ കവയിത്രിയായ ബാലാമണി അമ്മയെ മുള്ളില്ലാത്ത ഒരു പനിനീർ ചെടിയാക്കി മാറ്റി വളരെ ലളിതവും ലഘുവുമാക്കി ചുരുക്കി എന്നും കാവ്യ ചർച്ചകളിൽ നിന്ന് അദൃശ്യയാക്കി മാറ്റി നിർത്തിയെന്നും ആരോ കൈ ചൂണ്ടിയിടത്തേക്കും ഒരുമിച്ച് നീങ്ങി തോണി മുക്കുന്ന പ്രവണതയുള്ള മലയാളി വിശ്വദർശനങ്ങളെക്കാൾ കൂടുതൽ സങ്കീർണമായതും ദാർശനികവുമായ അപൂർവമായ മഴുവിൻ്റെ കഥയും ഒപ്പം തന്നെ വിഭീഷണനും വിശ്വാമിത്രനെയൊന്നും കണ്ടതായി ഭാവിച്ചതുമില്ല എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഗ്രീക്ക് മിത്തോളജി പ്രകാരം എല്ലാ പുരുഷന്മാരും ഈഡിപ്പസിൻ്റെ
പാപഭാരം വഹിക്കുന്നവരാണെന്ന് ഫ്രോയിഡ് എന്ന മനഃശാസ്ത്രജ്ഞൻ പറയുകയുണ്ടായി. ഗ്രീക്ക് മിത്തോളജി പ്രകാരം എല്ലാ പുരുഷന്മാരും ഈഡിപ്പസ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഈഡിപ്പസിൻ്റെ പാപഭാരം വഹിക്കുന്നവരാണെന്ന് ഫ്രോയിഡ് എന്ന മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞൊരു കഥയുണ്ട്. കേരളീയരും അത്തരമൊരു ശാപഫലം അനുഭവിക്കുന്നുവെന്ന് ബാലാമണിയുടെ മഴുവിൻ്റെ കഥ പഠിപ്പിക്കുകയാണ്. ഓരോ മലയാളി പുരുഷനിലും പരശുരാമൻ വസിക്കുന്നുണ്ട് എന്നും കൂടുതൽ കുടിലബുദ്ധിയായ ഒരു ഈഡിപ്പസാണ് പരശുരാമനെന്നും ബാലാമണിയമ്മ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ജമദഗ്നി മഹർഷിയുടെ ഭാര്യ രേണുക അദൃശ്യയായി മൂകയായി ഇങ്ങനെയൊരാൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പോലും ലോകത്തെ അറിയിക്കാതെ ജീവിച്ച് പോന്നവളായിരുന്നു. ഗന്ധർവരുടെ ജലകേളികൾ കണ്ടു നിൽക്കെ അറിയാതെ നെടുവീർപ്പിടുകയും രോമാഞ്ചമണിയുകയും ചെയ്തു ഈ ജമദഗ്നി മഹർഷിയുടെ പത്നിയായ രേണുക. ക്രാന്തദർശിയായ ജമദഗ്നി മഹർഷി, അതായത് കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ക്രാന്തദർശിയായ ജമദഗ്നി മഹർഷി ഈ കാര്യം, അതായത് ഗന്ധർവരുടെ ജലകേളികൾ കണ്ടു നിന്ന് അറിയാതെ നെടുവീർപ്പിടുകയും രോമാഞ്ചമണിയുകയും ചെയ്തു ഭാര്യ രേണുക എന്ന് മനസ്സിലാക്കി ജമദഗ്നി മഹർഷി മനസ്സാൽ ചെയ്യപ്പെട്ട പാപമേ ഗുരുതരമെന്ന് വെന്തുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് കുലത്തിൻ്റെ വിശുദ്ധിക്കായി മക്കളോട് അമ്മയെ കൊല്ലുവാൻ ആവശ്യപ്പെടുകയാണ്. ഇതാണ് മഴുവിൻ്റെ കഥയിലെ കഥ. പരശുരാമനൊഴികെ മറ്റാരും ആ ക്രൂരകൃത്യത്തിന് ഒരുങ്ങിയില്ല. സ്വന്തം അമ്മയെ കൊല്ലാൻ പരശുരാമനൊഴികെ മറ്റാരും അതിന് വഴങ്ങിയില്ല. മൂർത്തമാം വിനയം പോലിരുന്നോരുടൽ മഴുവാൽ അറ്റുവീഴുന്നു നമുക്ക് കാണാം. രാമനോട് എന്ത് വരം വേണമെങ്കിലും ആവശ്യപ്പെട്ടുകൊള്ളുവാൻ മഹർഷി പറയുന്നുണ്ട്. അപ്പോൾ പരശുരാമൻ ആവശ്യപ്പെട്ടത് മാതാവിനെ ഒരിക്കൽ കൂടി കൊല്ലുന്നതിന് തുല്യമായ കാര്യമായിരുന്നു. മുൻമട്ടിൽ പവിത്രയായി പാപിയായിട്ടില്ലെന്നമ്മ സന്മതേ ഭവൽ സ്മൃതിയിൽ ജീവിക്കാവൂ. അതൃപ്തയായി കൈവരാത്തവയ്ക്കായി എന്നും പിടയുന്നവളായി തൻ്റെ സത്യമായി ഭർത്താവിൻ്റെ സ്മരണയിൽ കഴിയാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിട്ടുള്ള ജീവിതം. മൂർത്തമാം വിനയം പോലിരുന്നോരുടൽ ആയി അവൾ മരണശേഷവും അയാളുടെ സ്മൃതിയിൽ തുടർന്നു. അയാളുടെ ഏകാന്തതയിൽ ഒരു അപരാധമാകാൻ പോലും രേണുകയ്ക്ക് സാധിച്ചില്ല. യഥാർത്ഥത്തിലുള്ള മരണം പോലും അനാവരണം ചെയ്തില്ല. കൊന്നതിൻ്റെ വടുപോലും ശേഷിച്ചില്ല. ഭർത്തു മനസ്സിൽ കുലീനയായി തുടർന്നും ജീവിച്ചു. അപ്പോൾ ബാലാമണിയമ്മയുടെ ഒരു മഴുവിൻ്റെ കഥ എന്ന പാഠമാണ് അല്ലെങ്കിൽ ആ കഥയാണ് ഇവിടെ കൽപ്പറ്റ നാരായണൻ എടുത്ത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഭർത്തു മനസ്സിൽ കുലീനയായി അവൾ ജീവിച്ചു. പരശുരാമനാകട്ടെ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് സഞ്ചരിക്കുന്നത് നമുക്ക് കാണാം. അവസാനം പശ്ചാത്തപ ഭാരം താങ്ങാനാവാതെ വന്നപ്പോൾ അമ്മയെ വെട്ടി വീഴ്ത്തിയ പരശു എന്നല്ലെങ്കിൽ മഴു പരശുരാമൻ വലിച്ചെറിഞ്ഞു. അപ്പം കേൾക്കണം, പരശുരാമൻ അമ്മയെ വധിച്ചു. അങ്ങനെ പരശുരാമൻ അമ്മയെ വധിച്ചതിന് ശേഷം പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് ആണ് പരശുരാമൻ്റെ ജീവിത സഞ്ചാരം. അവസാനം പരശുരാമന് പശ്ചാത്താപ ഭാരം താങ്ങാനാകാതെ വന്നപ്പോൾ അമ്മയെ വെട്ടിവീഴ്ത്തിയ പരശു അല്ലെങ്കിൽ മഴു വലിച്ചെറിഞ്ഞു. അത് ചെന്ന് വീണ് രൂപം കൊണ്ട കേരള മണ്ണ്, ഇത് ഈ ഐതിഹ്യം, കേരളത്തിൻ്റെ ഐതിഹ്യം നമുക്കറിയാം. അങ്ങനെ ആ മഴു വലിച്ചെറിഞ്ഞപ്പോൾ അത് വന്ന് വീണ് രൂപം കൊണ്ട കേരള മണ്ണിൽ ജനിച്ചവർ മഴുമുനയാൽ കരൾ തോറും മുദ്രിതരായവർ എന്നാണ് ബാലാമണിയമ്മ ഈ കവിതയിൽ എടുത്തു പറയുന്നത്. എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? അപ്പം മഴു വന്ന് വീണ് രൂപം കൊണ്ട കേരള മണ്ണിൽ ജനിച്ചവരെല്ലാം മഴുമുനയാൽ കരൾ തോറും മുദ്രിതർ ആയവർ എന്നാണ് ബാലാമണിയമ്മ പറയുന്നത്. മുദ്ര ചെയ്യപ്പെട്ടവർ, മഴുമുന കൊണ്ട് കരൾ തോറും മുദ്ര ചെയ്യപ്പെട്ടവർ എന്ന് പറയുന്നു. മുറിവേറ്റവർ എന്നല്ല പറഞ്ഞിരിക്കുന്ന വാക്ക്, ശ്രദ്ധിക്കണം. മുറിവേറ്റു എന്നല്ല പറഞ്ഞിരിക്കുന്നത്, മുദ്രിതരായവർ എന്നാണ്. കേരളീയരെ സംബന്ധിച്ച് കേവലം ഒരു ഐതിഹ്യമല്ല പരശുരാമ കഥ, ഓരോരുത്തരിലും വടുവായി തുടരുന്നൊരു സത്യമാണത് എന്നാണ് ബാലാമണിയമ്മ ഈ കവിതയിൽ കൂട്ടിച്ചേർക്കുന്നത്. മലയാളിയുടെ തന്മ. സമൂഹം സ്ത്രീയെ എങ്ങനെ നിത്യവും തടയുന്നു, ഇല്ലാതാക്കുന്നു. അതിലെ
അനാദ്യന്ത്യമായ ഹിംസയുടെ കഥ. ചിരഞ്ജീവിയായ പരശുരാമൻ എന്ന സങ്കല്പത്തിൻ്റെ പൊരുൾ എല്ലാം ബാലാമണിയമ്മ മഴുവിൻ്റെ കഥയിലൂടെ അനാവരണം ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ മലയാളിയുടെ സമൂഹത്തിൻ്റെ തനിമ അല്ലെങ്കിൽ അവരുടെ നന്മ, സമൂഹം സ്ത്രീയെ എങ്ങനെ നിത്യവും തടഞ്ഞു വയ്ക്കുന്നു ഇല്ലെങ്കിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, അതിലെ അനാദന്ത്യമായ ആദ്യം മുതൽ അവസാനം വരെയുള്ള അല്ലെങ്കിൽ ഈ ലോകത്ത് ഇന്നും കാണാവുന്ന ഒരു ഹിംസ കഥയാണ് ശരിക്കും ബാലാമണിയമ്മ ഇവിടെ ഈ കവിതയിൽ പറഞ്ഞു വയ്ക്കുന്നത്. ചിരഞ്ജീവിയായ പരശുരാമൻ എന്ന സങ്കല്പത്തിൻ്റെ പൊരുൾ എല്ലാം ബാലാമണിയമ്മ വെട്ടിത്തുറന്നാണ് ഈ കവിതയിൽ പറയുന്നത്. പരശുരാമ മിത്തോളജി ഭാവനയോടെ വായിച്ചാൽ അതിൽ പുരുഷന്മാരിലൊക്കെ കൈകാലുകളുള്ള ഒരു പരശുരാമനെ നമുക്ക് കാണാം. കരൾ തോറും മുദ്രിതരായ പരശുരാമനാണ് ഇവിടെ കാണുന്ന ഓരോരുത്തരുമെന്ന് ബാലാമണിയമ്മ വ്യക്തമാക്കുന്നു. അതാണ് ഉള്ളടക്കം. അപ്പോൾ പരശുരാമ മിത്തോളജിയെ ഭാവനയോടെ നമുക്ക് വായിക്കുമ്പോൾ ഈ കേരള മണ്ണിലെ പുരുഷന്മാരിലൊക്കെ കൈകാലുകളുള്ള ഒരു പരശുരാമനെ കാണാമെന്നും കരൾ തോറും മുദ്രിതരായ പരശുരാമനാണ് ഇവിടെ കാണുന്ന ഓരോരുത്തരുമെന്നും ബാലാമണിയമ്മ ഈ കവിതയിൽ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. മകൾ മാധവിക്കുട്ടിയുടെ ഏത് കഥയോളവും കമലാദാസിൻ്റെ ഏത് കവിതയോളവും തീവ്രവും അവയേക്കാൾ അകക്കാമ്പിന് അടുപ്പം കൂടുതലുമുള്ളതാണ് പ്രത്യക്ഷത്തിൽ നമ്മൾ ഇപ്പോൾ കണ്ട ആ കഥ. പരമശാന്തനായി മൂർത്തമാം വിനയം പോലിരുന്നോരുടൽ ആയി മലയാള മനസ്സിൽ വസിച്ച ബാലാമണിയമ്മയുടെ മഴുവിൻ്റെ കഥയെന്ന് കൽപ്പറ്റ നാരായണൻ എടുത്തു കാട്ടുകയാണ്. അപ്പോൾ കൽപ്പറ്റ നാരായണൻ പറഞ്ഞു വയ്ക്കുകയാണ്, മകൾ മാധവിക്കുട്ടിയുടെ ഏത് കഥയോളവും കമലാദാസിൻ്റെ ഏത് കവിതയോളവും തീവ്രവും അവയേക്കാൾ അകക്കാമ്പിന് അടുപ്പം കൂടുതലുമാണ് പ്രത്യക്ഷത്തിൽ പരമശാന്തനായി മൂർത്തമായ വിനയം പോലിരുന്നോരുടൽ ആയി മലയാളികളുടെ മനസ്സിൽ വസിച്ച ബാലാമണിയമ്മയുടെ മഴുവിൻ്റെ കഥയെന്ന് അദ്ദേഹം, അതായത് കൽപ്പറ്റ നാരായണൻ പറയുന്നു. മൂർത്തമായ വിനയമായിരുന്നവൾ എന്നല്ല പോലിരുന്നവൾ എന്നാണ് ബാലാമണിയമ്മ രേണുകയെക്കുറിച്ച് പറഞ്ഞത്. എന്നും കൈവരാത്തവയ്ക്കായി പിടയും കരൾ അവൾക്കുണ്ടായിരുന്നു. അപ്പോൾ രേണുകയെക്കുറിച്ച് ജമദഗ്നി മഹർഷിയുടെ ഭാര്യയായ രേണുകയെക്കുറിച്ച് ബാലാമണിയമ്മ പറയാൻ ശ്രമിക്കുന്നത് മൂർത്തമായ വിനയമായിരുന്നവൾ എന്നല്ല പോലിരുന്നവൾ എന്നാണെന്നാണ് പറയാൻ കൽപ്പറ്റ നാരായണൻ ശ്രമിക്കുന്നത്. എന്നും കൈവരാത്തവയ്ക്കായി, അപ്പോൾ കൈവരാത്തതിന് വേണ്ടി പിടയുന്ന കരൾ എപ്പോഴും അവൾക്കുണ്ടായിരുന്നു. അപ്പോൾ കൈവരാത്ത സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി പിടഞ്ഞുകൊണ്ടിരുന്ന ഒരു കരൾ ഉള്ളവളാണ് രേണുകയെന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. മാധവിക്കുട്ടിയുടെ കോലാട്, നെയ്പ്പായസം, മീനാക്ഷിയെടുത്തി എന്നീ കഥകളേക്കാൾ കുറവായിരുന്നില്ല ബാലാമണിയമ്മയുടെ വേലക്കാരി ഉണ്ടാക്കുന്ന അസ്വസ്ഥത. അപ്പം മലയാളികളുടെ മനസ്സിൽ മകൾ മാധവിക്കുട്ടിയുടെ കോലാട് എന്ന കഥയും നെയ്പ്പായസം, മീനാക്ഷിയെടുത്തി എന്നീ കഥകളെയൊക്കെ കൂടുതൽ, അല്ലെങ്കിൽ ആ കഥയേക്കാളൊന്നും കുറവില്ല ശരിക്കും ബാലാമണിയമ്മയുടെ വേലക്കാരി ഉണ്ടാക്കുന്ന അസ്വസ്ഥത എന്ന് കൽപ്പറ്റ നാരായണൻ ഇവിടെ എടുത്തു പറയുകയാണ്. അപ്പം ബാലാമണിയമ്മയുടെ വേലക്കാരി എന്ന കഥയെക്കുറിച്ചും മാധവിക്കുട്ടിയുടെ കോലാട്, നെയ്പ്പായസം, മീനാക്ഷിയെടുത്തി എന്നീ കഥകളെക്കുറിച്ചും ഒരു താരതമ്യമാണ് ഇവിടെ കൽപ്പറ്റ നാരായണൻ നടത്തിയത്. കുരങ്ങനെ പെറ്റ മാൻപേടയുടെ പരിഭ്രമം അമ്മയുടെ കണ്ണുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മാധവിക്കുട്ടി ബാലാമണിയമ്മയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. കുരങ്ങനെ പെറ്റ മാൻപേടയുടെ പരിഭ്രമം അമ്മയുടെ കണ്ണുകളിൽ ഞാൻ കണ്ടിട്ടുള്ളതായി മാധവിക്കുട്ടി ബാലാമണിയമ്മയെക്കുറിച്ച് എഴുതി വച്ചിട്ടുണ്ട്. പട്ടുവസ്ത്രങ്ങൾ ധരിച്ച് വളകൾ അണിഞ്ഞ് മനസ്സിൽ ചോരപ്പാടുകൾ വീഴ്ത്തുന്ന അത്ര തീവ്രമായ കാവ്യബിംബങ്ങളുള്ള രചനകൾ എഴുതി അലോസരപ്പെടുത്തുന്ന ജന്മങ്ങൾ താൻ ജീവിച്ചിരുന്നതായി മാധവിക്കുട്ടി പറയുകയാണ്. ആ മാധവിക്കുട്ടിയെ പ്രസവിച്ച ബാലാമണിയമ്മയാണ് മഴുവിൻ്റെ കഥയും വിട്ടയക്കുക കൂട്ടിൽ നിന്നെന്നെ ഞാനൊട്ടു വാനിൽ പറന്നു നടക്കട്ടെ എന്ന വാക്യം ആന്തരിക ചൈതന്യമായി എടുത്ത് നിരവധി കവിതകൾ എഴുതിയത്. അതുകൊണ്ട് തന്നെ ആ കണ്ണിൽ മാധവിക്കുട്ടിക്ക് വേണ്ടി പരിഭ്രമം ഒളിപ്പിക്കാൻ അവർക്കൊരിക്കലും കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നും കൽപ്പറ്റ നാരായണൻ ഉറച്ചു വിശ്വസിക്കുക. എന്നും കൈവരാത്തവയ്ക്കായി പിടയും കരളുമായി എന്നവൾ സംക്ഷേപിച്ച സ്ത്രീ സ്വത്വം
കമലയിലൂടെ സ്വാഭാവികമായി തുടരുകയായിരുന്നു. കമല, സുരയ്യ, മാധവിക്കുട്ടി ഇതൊക്കെ പിന്നെ മാധവിക്കുട്ടിയുടെ പേരുകളാണ്. അതായത് ബാലാമണിയമ്മയുടെ മകളായ മാധവിക്കുട്ടിയുടെ പേരാണ് ഈ രണ്ട് പേരും. അതായത് മതം മാറിയപ്പോൾ സ്വീകരിച്ച പേര്. കമല, സുരയ്യ മാരകമായി ജീവിച്ചു എന്ന് തറപ്പിച്ച് പറയാനാവാത്തതുപോലെ ബാലാമണിയമ്മ നിശബ്ദയായി ജീവിച്ചു എന്നും പറയാൻ പറ്റില്ല എന്നാണ് കൽപ്പറ്റ നാരായണൻ്റെ അഭിപ്രായം. അപ്പോൾ കമല, സുരയ്യ വളരെ മാരകമായി ജീവിച്ചു എന്ന് തറപ്പിച്ച് പറയാൻ പറ്റാത്തതുപോലെ തന്നെ ബാലാമണിയമ്മ വളരെ നിശബ്ദയായാണ് ജീവിച്ച് പോയത് എന്ന് പറയാൻ പറ്റില്ല എന്നാണ് കൽപ്പറ്റ നാരായണൻ്റെ അഭിപ്രായം. മൂർത്തമാം വിനയം പോലെ ഇരുന്നോരുടലിലെ ആ പോലെ കാണാൻ കണ്ണുള്ള ആർക്കും അതുപോലെ അനവധി സൂക്ഷ്മതകളും കാണാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം കവിതകളിലൂടെ ബാലാമണിയമ്മയുടെ കവിതകളുടെ സവിശേഷതകളിലൂടെ കടന്നു വരുമ്പോൾ ആ ജമദഗ്നി മഹർഷിയുടെ ഭാര്യയെ ബാലാമണിയമ്മ വിശദീകരണം അല്ലെങ്കിൽ ബാലാമണിയമ്മയുടെ സ്ത്രീത്വം എന്ന് പറയുന്ന ചിന്തയെ മൂർത്തമാം വിനയം പോലിരുന്നോരുടൽ എന്നാണ് പറഞ്ഞു വച്ചിരിക്കുന്നത് രേണുകിയെ. ആ പോലെ എന്ന് പറയുന്ന ആ പദം കാണാൻ കണ്ണുള്ള ആർക്കും അതുപോലെ അനവധി സൂക്ഷ്മതകളും ഈ രണ്ട് കവിയത്രികളിലും കാണാൻ കഴിയുമെന്നാണ് കൽപ്പറ്റ നാരായണൻ ഈ ബാലാമണിയമ്മയെയും മാധവിക്കുട്ടിയെയും വിലയിരുത്തിക്കൊണ്ട് സംസാരിക്കുന്നത്. ബാലാമണി അമ്മയുടെ കാവ്യങ്ങൾ പരശുരാമനാണ് നിശബ്ദവും കുലീനവുമാക്കി തീർത്തത്. അപ്പോൾ ഇങ്ങനെ പറയുകയാണ്. ഇതൊക്കെ കൽപ്പറ്റ നാരായണൻ പറഞ്ഞു വയ്ക്കുകയാണ്. സാഹിത്യ വിമർശകനാണല്ലോ അദ്ദേഹം. പറയുകയാണ്, ബാലാമണി അമ്മയുടെ കാവ്യങ്ങൾ പരശുരാമനാണ് യഥാർത്ഥത്തിൽ നിശബ്ദവും അതിനെ കുലീനവുമാക്കി തീർക്കുന്നത്. അതിനെ ലഘുവും മൃദുവുമാക്കി തീർത്തത് പരശുരാമനാണെന്ന് വീണ്ടും പറയുകയാണ്. അപ്പം ബാലാമണി അമ്മയുടെ കാവ്യങ്ങളെ ലഘുവും മൃദുവും നിശബ്ദവും കുലീനവുമാക്കി തീർക്കാൻ പരശുരാമൻ എന്ന കഥാപാത്രത്തിന് സാധിച്ചു എന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുകയാണ്. ബാലാമണിയമ്മ ദരിദ്ര കേരളത്തെ സുവ്യക്തമായി കണ്ട എഴുത്തുകാരിയാണ്. അപ്പം എഴുത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത്. മാതൃത്വത്തിൻ്റെ കവിയത്രിയായ ബാലാമണിയമ്മ ദരിദ്ര കേരളത്തെ സുവ്യക്തമായി വളരെ വ്യക്തമായി കണ്ട കവിയത്രിയാണ് അല്ലെങ്കിൽ എഴുത്തുകാരിയാണ്. പച്ച നാക്കില വെച്ച പോലുള്ള ഈ നാടിൻ്റെ ഭാഗ്യമോടി മാത്രമല്ല തീരാതൃഷ്ണയും അവർ കണ്ടിരുന്നു. പച്ച നാക്കില വെച്ച പോലുള്ള കേരള നാടിൻ്റെ ഭാഗ്യമോടി മാത്രമല്ല കേരള നാടിൻ്റെ തീരാതൃഷ്ണയും വളരെ വ്യക്തമായി ബാലാമണിയമ്മ കണ്ടിരുന്നു. വിളമ്പുന്നവരെയും കാത്ത് ഇലയിട്ടിരിക്കുകയല്ലേ സമസ്ത മേഖലകളിലും കേരളീയർ എന്ന് പറയുക. അപ്പോൾ കേരളത്തിൻ്റെ സംസ്കാരത്തെയാണ് അവിടെ എടുത്തു കാട്ടുന്നത്. വിളമ്പുന്നവരെയും കാത്ത് ഇലയിട്ടിരിക്കുകയാണ് സമസ്ത മേഖലകളിലും കേരളീയർ. വിളമ്പുന്നവരെയും കാത്ത് ഇലയിട്ടിരിക്കുകയല്ലേ സമസ്ത മേഖലകളിലും കേരളീയർ എന്ന് പറയുന്നു. ആ മഹത്തരമായ കവിതകളെയും കവിയത്രിയെയും ആഴത്തിൽ കാണാതെ പോയ മലയാളിക്ക് വേണ്ടി പശ്ചാത്തപിക്കുകയാണ് യഥാർത്ഥത്തിൽ കൽപ്പറ്റ നാരായണൻ. അപ്പം മഹത്തരമായ കവിതകളെയും കവിയത്രിയും ആഴത്തിൽ മലയാളി മനസ്സിലാക്കാതെ പോയല്ലോ എന്നോർത്ത് പ്രായശ്ചിത്തം കൊള്ളുകയാണ് കൽപ്പറ്റ നാരായണൻ സ്ത്രീയില്ലാത്ത മാതൃഭൂമി എന്ന് പറയുന്ന ഈ ലേഖനത്തിൽ. അപ്പോൾ ഇപ്പോഴും നമ്മൾ പഠിച്ചത് ഈ ലേഖനത്തെ സംഗ്രഹിച്ച് ഒരു ഉപന്യാസ മാതൃകയിലാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണം.